പ്രിയപ്പെട്ടവരെ, മഹാനായ അലി ഇബ്നു സയ്യിദുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു വലിയ തങ്ങളുണ്ടായിരുന്നു. മഹാനായ അലി സയ്യിദുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ചെയ്ത കാര്യം എന്തെന്നറിയോ? അദ്ദേഹത്തിനൊരു അടിമയുണ്ടായിരുന്നു. ഒരിക്കലതാ മനുഷ്യൻ അവിടെ നിന്ന് മഹാനായ സയ്യിദുൽ ആബിദീൻ തങ്ങൾ അവിടെ നിന്ന് വുളുവെടുക്കാൻ വേണ്ടി കടന്നു വരികയാ. പടച്ച റബ്ബേ, അങ്ങനെ വുളുവെടുക്കാൻ വേണ്ടി തന്റെ അടിമ അവിടെ നിന്ന് ആ ഒരു മൺകൂജിയിൽ അവിടെ നിന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. സയ്യിദുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വുളുവെടുക്കുകയാണ്. തന്റെ അടിമയുടെ കയ്യിൽ നിന്നും ആ മൺകൂജി അവിടെ നിന്ന് തറയിലേക്ക് വീഴുകയാണ്. അതവിടെ നിന്ന് തറയിലേക്ക് വീണിട്ടത് പൊട്ടിത്തെറിച്ചിട്ട് അതിന്റെ ഒരു ചീള് മഹാനായ സയ്യിദുൽ ആബിദീൻ തങ്ങളുടെ മൂക്കിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊള്ളുകയാണ്. അതിന്റെ ഒരു കൂർത്തതായ അഗ്രം സയ്യിദുൽ ആബിദീൻ തങ്ങളുടെ മൂക്കിലേക്ക് കൊണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരുടെ മൂക്ക് അവിടെ നിന്ന് പൊട്ടുകയാണ്. ചോര വാർത്തൊലിക്കുകയാണ്, ചോര വാർത്തൊലിക്കുകയാണ്. ആ സമയത്തല്ലാ സയ്യിദുൽ ആബിദീൻ തങ്ങൾ അവിടെ നിന്ന് ചോരയിൽ അവിടെ നിന്ന് കുളിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ, ഞാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? തിന്മ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നന്മ കൊണ്ട് തടയുന്നവരാണ്. അത് മാത്രമല്ല നിന്നെ ഉപദേശിക്കുന്നവരാണ്. അത് മാത്രമല്ല നിന്റെ ദോഷങ്ങളെ അവിടെ നിന്ന് പുറത്തു തരുന്നവരാണ്. നീ ചെയ്യുന്ന തെറ്റുകളെ മറ്റൊരാളോട് പറഞ്ഞ് നിന്നെ ഫളീഹത്തിലാക്കാതെ നിനക്ക് പടച്ചവന്റെ വൃത്തി ഉപയോഗിച്ചുകൊണ്ട് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പൊരുത്തപ്പെട്ട് തരുന്നവരാണ്. മഹാനായ സയ്യിദുൽ ആബിദീൻ തങ്ങളില്ലേ, തന്റെ അടിമയുടെ കയ്യിൽ നിന്നും മൺകൂജ തറയിലേക്ക് വീണ് പൊട്ടിക്കിട്ടതിൻ്റെതായ കൂർത്ത അഗ്രം തന്റെ മൂക്കിലേക്ക് കൊണ്ടിട്ട് ചോരവാർ നൊലിച്ചു നിൽക്കുമ്പോ പടച്ച റബ്ബേ, ആ സമയത്ത് കൂർത്ത അഗ്രം തന്റെ മൂക്കിലേക്ക് കൊണ്ടിട്ട് ചോരവാർ നൊലിച്ചു നിൽക്കുമ്പോ പടച്ച റബ്ബേ, ആ സമയത്ത് അടിമ ഒരു ആയത്ത് ഓതുകയാണ്. ആ അടിമ പേടിച്ച് വിറച്ച് നിന്നുകൊണ്ടൊരായത്ത് അവിടെ നിന്ന് ഓതുകയാണ്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് അവിടെ നിന്ന് ഓതുകയാണ്. വസാരിഊ إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പടച്ചവനെ അവിടെ നിന്ന് സ്വർഗത്തിൻ്റെതായ വിശാലത പറയുകയാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് ചെറുപ്പക്കാരാ സ്വർഗത്തിന്റെ വീതി ഉണ്ടല്ലോ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള കിലോമീറ്ററുകളാണ് സ്വർഗത്തിന്റെ വീതി. അള്ളാഹു വീതിയെ പറഞ്ഞു, നീളത്തെ പറഞ്ഞില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, സ്വർഗം എത്രയോ വിശാലമായിരിക്കും. എന്നിട്ട് ഈ സ്വർഗം അവിടെ നിന്ന് ലഭിക്കുന്നത് ആർക്കെന്നറിയോ? മുത്തഖീങ്ങൾക്കാണ് സ്വർഗം അവിടെ നിന്ന് ലഭിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവര് രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചവന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്നതാ പറയുകയാണ്. ദേഷ്യം വരുമ്പോൾ അവിടെ നിന്ന് കടിച്ചമർത്തുന്നവരാണ്. അത് മാത്രമല്ല ജനങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു കൊടുക്കുന്നവരാണ്. കൂട്ടുകാരന്റെ തെറ്റ് കാണുമ്പോൾ അത് അവനെ പരസ്യമായി നാണം കെടുത്താതെ അത് പുറത്തു കൊടുത്ത് പടച്ചവന്റെ മാർഗത്തിൽ പൊരുത്തം കൊടുക്കുന്നവരാണ്. അത് മാത്രമല്ല യുഹിബ്ബുൽ മുഹ്സിനീൻ.
നന്മ ചെയ്യുന്നവരെ പടച്ചവൻ അവിടുന്ന് ഇഷ്ടമാണ്. 3 കാര്യങ്ങൾ സൈനുൽ ആബിദീൻ തങ്ങളുടേതായ അടിമ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം വൽ ഖാലിമീനൽ ഗൈള, ദേഷ്യത്തെ അവിടുന്ന് കടിച്ചു പിടിക്കുന്നവനാരാ? അവൻ അവിടുന്ന് മുത്തഖിയാണ്, അവന് സ്വർഗമുണ്ടെന്ന് ഓതി കൊടുക്കുമ്പോ തന്റെ മൂക്കിലേക്ക് അവിടുന്നതാ തന്റെ അടിമ തറയിലിട്ട് പൊട്ടിച്ചതായ മൺകൂജയുടെ അഗ്രം കൊണ്ടുകൊണ്ട് മുറിഞ്ഞുകൊണ്ട് ചോര ഒലിപ്പിച്ച് കൊണ്ട് അവിടുന്ന് നിൽക്കുന്ന മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് അവിടുന്ന് പറയുകയാണ്, ഈ പരിശുദ്ധമായ ആയത്ത് കേട്ടപ്പോൾ പറയുകയാണ്, പടച്ചവനെ ഞാൻ എന്റെ ദേഷ്യത്തെ അവിടെ നടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് കേൾക്കുകയാണ്, ജനങ്ങൾക്ക് അവിടെ നിന്ന് അക്രമം ചെയ്യുന്നവനോട് പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന വിഭാഗം ആളുകൾക്ക് സ്വർഗമുണ്ട്. അല്ലാഹുവേ, ഈ അടിമ ഒരക്രമമല്ലേ പ്രിയപ്പെട്ടവരെ യജമാനനോട് ചെയ്തത്? മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ പറയുകയാണ്, അഫൗതു അൻകാ പടച്ചവന് വേണ്ടി നീ ചെയ്ത അക്രമം ഞാൻ പുറത്തു തന്നടോ. അള്ളാന്റെ മാർഗത്തിൽ നീ ചെയ്ത അക്രമം നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറയുകയാണ്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ പടച്ചവൻ അവിടുന്ന് സ്വർഗം കൊടുക്കുന്നവനാണ്. നന്മ ചെയ്യുന്നവരെ പടച്ചവൻ അവിടുന്ന് ഇഷ്ടപ്പെടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കണ്ടപ്പോ അവിടുന്ന് പറയുകയാ, അന്ത ഹുർറും ബിവജ്ഹില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിൽ നീ അവിടുന്ന് സ്വതന്ത്രനാണടോ. അള്ളാന്റെ മാർഗത്തിൽ നീ അവിടുന്ന് സ്വതന്ത്രനാണടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലഘട്ടത്തെ ഒരു അടിമയ്ക്ക് യജമാനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ആയിരക്കണക്കിന് ദീനാറ് കൊടുക്കണം, ആയിരക്കണക്കിന് ദീനാറ് കൊടുക്കണം. ചെറുപ്പക്കാരാ, അതാ ഒരു അക്രമം തന്റെ യജമാനനോട് ചെയ്തതിന്റെ പേരില് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ പടച്ചവൻ അവിടുന്ന് സ്വർഗം കൊടുക്കുന്ന വിഭാഗം ആളുകൾ ആരെന്ന് പറഞ്ഞപ്പോ മഹാനായ